Hi all. In the number, solving equations which have linear expression on one side and numbers on the other side ന്റെ application level questions ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ question നോക്കാം. Sum of two numbers is 74. One of the two numbers is 10 more than the other. What are the numbers? അപ്പോൾ നമുക്ക് ആദ്യം എന്തുണ്ട്? Let us take first number as x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Second number എന്ത് കിട്ടും? Second number is equal to x plus n. 10 more than the other number എന്ന് പറഞ്ഞില്ല. അപ്പം ഫസ്റ്റ് നമ്പർ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് നമ്പർ പറയുന്നത് എക്സ് പ്ലസ് 10 ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും കൂടി സം എന്ന് പറയുന്നത് 74 ആണ്. അപ്പൊ നമുക്ക് എന്ത് എടുക്കാം? എക്സ് പ്ലസ് 10 ഈക്വൽ ടു 74 എന്ന് പറയാം. എക്സ് പ്ലസ് 10 ഈക്വൽ ടു 74. 2x plus 10 equal to 74 എന്ന് കിട്ടി. Well, transposing 10 to RHS. 2x equal to 74 minus 10 equal to 64. Dividing by 2 on both sides. X equal to 64 by 2 equal to 32. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 32 എന്ന് കിട്ടി. ആദ്യത്തെ നമ്പർ 32 ആണെന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്താ? 32 പ്ലസ് 10 ഈക്വൽ ടു 42. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What should be added to twice the rational number minus 7 by 3 to get 3 by 7? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇക്വേഷൻ എഴുതാം. 2 into minus 7 by 3 plus x equal to 3 by 7. x ആണ് നമുക്ക് അറിയാത്ത വാല്യൂ. 2 into minus 7 by 3 plus x equal to 3 by 7 എന്ന് കിട്ടി. അപ്പോൾ എന്താ? minus 14 by 3 plus x equal to 3 by 7. അപ്പോൾ minus 14 by 3 അപ്പുറത്തേക്ക് ട്രാൻസ്പോസിങ് minus 14 by 3 to RHS. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x equal to 3 by 7 plus 14 by 3 equal to എന്താ? 3 into 3 plus 7 into 14 divided by 7 into 3. 3 into 3 9. 14 into 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 98 by 21. 9 plus 98 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 107 by 21. x equal to 107 by 21 ആണ് നമ്മളുടെ അറിയാത്ത വാല്യൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The perimeter of a rectangle is 13 cm and its width is 2/3/4 cm. Find its length. നമുക്ക് എന്താ അറിയാം? പെരിമീറ്ററിന്റെ ഇക്വേഷൻ അറിയാം. പെരിമീറ്റർ ഈക്വൽ ടു 2 into L plus W. അതെന്താണ് തന്നിട്ടുള്ളത്? ഈക്വൽ ടു 13 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് വിത്തിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് മാറ്റാം. അതെങ്ങനെ ചെയ്യാം? 2 into 4 plus 3 by 4 ഈക്വൽ ടു എന്താ? 2 into 4 8 plus 3 by 4 ഈക്വൽ ടു എന്താ? 11 by 4. അപ്പോൾ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ഈക്വൽ ടു 2 into L plus 11 by 4 ഈക്വൽ ടു എന്താ? 13 ആണ്. നമ്മൾ ഡിവൈഡിങ് ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? L plus 11 by 4 ഈക്വൽ ടു 13 by 2 എന്ന് കിട്ടി. L plus 11 by 4 ഈക്വൽ ടു 13 by 2. അപ്പം ട്രാൻസ്പോസ് ചെയ്താൽ എന്ത് കിട്ടും? ട്രാൻസ്പോസിങ് 11 by 4 to RHS. L equal to 13 by 2 minus 11 by 4. അപ്പം 1 by 2 പുറത്തേക്ക് എടുത്തു. 13 minus 11 by 2 equal to 26 minus 11 by 4. എന്താണ്? 26 minus 11 by 4 എന്ന് പറഞ്ഞാൽ 15 by 4. L equal to 15 by 4 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
The present age of Sahil's mother is 3 times the present age of Sahil. After 5 years, their ages will be added to 66 years. Find their percentages. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ഓഫ് സഹിൽ എന്തെടുക്കാം? പെർസെൻറ്റേജ് ഓഫ് സഹിൽ എക്സ് ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് സഹിലിൻ്റെ മദേഴ്സ് ഏജ് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് സഹിൽസ് മദർ ഈക്വൽ ടു 3x ആണ്. After 5 years. After 5 years. സഹിൽസ് ഏജ് എന്താണ്? എക്സ് പ്ലസ് 5. സഹിൽസ് മദേഴ്സ് ഏജ് എന്താണ്? സഹിൽസ് മദേഴ്സ് ഏജ് ഈക്വൽ ടു 3x പ്ലസ് 5. കാരണം ഇപ്പം 3x ആണ്. ഈ 5 വർഷം ആഡ് ചെയ്താൽ 3x പ്ലസ് 5. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആഫ്റ്റർ 5 ഇയേഴ്സ് അവർ രണ്ടാളുടെ ഏജ് ആഡ് ചെയ്താൽ 66 കിട്ടുന്നു. അപ്പം ടോട്ടൽ ഏജ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 പ്ലസ് 3x പ്ലസ് 5 ഈക്വൽ ടു 66 തന്നിട്ടുണ്ട്. 66 ഇയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം 4x പ്ലസ് 10 ഈക്വൽ ടു 66. അപ്പം ട്രാൻസ്പോസ് ചെയ്യാം. ട്രാൻസ്പോസിങ് 10 ടു RHS എന്ത് കിട്ടും? 4x ഈക്വൽ ടു 66 മൈനസ് 10 എന്താണ്? 56 കിട്ടി. 4x ഈക്വൽ ടു 56 കിട്ടി. അപ്പം ഡിവൈഡിങ് both sides by 4. X equal to the t 56 by 4. എന്താണ് 56 by 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 40. അപ്പം നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സഹിൽ കിട്ടി. പെർസെൻറ്റേജ് ഓഫ് സഹിൽ ആണ് എക്സ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സഹിൽ ഈക്വൽ ടു 40 കിട്ടി. പെർസെൻറ്റേജ് ഓഫ് സഹിൽ ഈക്വൽ ടു 14 ഇയേഴ്സ് കിട്ടി. ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സഹിൽസ് മദർ എന്താ? പെർസെൻറ്റേജ് ഓഫ് സഹിൽസ് മദർ ഈക്വൽ ടു 3 ഇൻറ്റു 14 എന്താണ്? 28, 32, 42 ഇയേഴ്സ്. 42 ഇയേഴ്സ് ആണ് സഹിലിൻ്റെ മദറിൻ്റെ ഏജ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Bansi has 3 times as many 2 rupee coins as he had 5 rupee coins. If he has in all a sum of 77, how many coins of each denomination does he have? എന്താ പറയുന്നത്? ബാൻസിൻ്റെ കയ്യിൽ 3 ടൈംസ് 2 rupee കോയിൻസ് ഉണ്ട്. 5 rupee കോയിൻസിനെ കാട്ടും. അതായത് നമ്പർ ഓഫ് 5 rupee കോയിൻസ് 5 rupee കോയിൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. എക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് 2 rupee കോയിൻസ് എത്രയായിരിക്കും? 3x ആണ്. 3 ടൈംസ് 2 rupee കോയിൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് 2 rupee കോയിൻസ് ഈക്വൽ ടു 3x ആയിട്ട് നമുക്ക് കിട്ടും. എന്താ പറയുന്നത്? ഇഫ് ഹി ഹാസ് ഇൻ ഓൾ എ സം ഓഫ് 77 rupees, how many coins of each denomination does he have? അപ്പോൾ ഇതിൻ്റെ എമൗണ്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എമൗണ്ട് ഫ്രം 5 rupee കോയിൻസ്. 5 rupee കോയിൻസ് എന്താണ്? 5 ഇൻറ്റു എക്സ് ആണ്. 5x. അതേപോലെ എമൗണ്ട് ഫ്രം 2 rupee കോയിൻസ് എത്രയാണ്? 3x ഇൻറ്റു 2 ആണ്. 3x ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 6x. എമൗണ്ട് ഫ്രം 2 rupee കോയിൻസ് ഈക്വൽ ടു 6x ആണ് നമുക്ക് കിട്ടി. ഇനി ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് എന്താണ്? ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു 5x പ്ലസ് 6x ഈക്വൽ ടു എന്താണ്? 77 ആണ്. 5x പ്ലസ് 6x എന്താ? 11x ഈക്വൽ ടു 77. അപ്പം ഡിവൈഡിങ് ബൈ 11 എന്ത് കിട്ടും?
11x by 11 equal to 77 by 11 equal to എന്താ 7. x equal to 7 എന്ന് കിട്ടി. നമ്പർ ഓഫ് 5 rupee coins ആണ് x. അപ്പം നമ്പർ ഓഫ് 5 rupee coin 5 rupee coins equal to എന്താ 7 ആണ്. നമ്പർ ഓഫ് 2 rupee coins എന്താണ് 7 into 3 ആണ് എന്താ 21. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The sum of 3 consecutive multiples of 11 is 363. Find the multiples. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? Let first number be x. ആദ്യത്തെ നമ്പർ നമ്മൾ x ആയിട്ട് എടുത്തു. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ത് ചെയ്യും? സെക്കൻഡ് നമ്പർ equal to x plus 11. Third number equal to x plus 22 ആയിരിക്കും. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 11 എന്നാ പറഞ്ഞത്. അപ്പം ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 11 ആഡ് ചെയ്താൽ എഴുതാൻ പറ്റും. അങ്ങനെ സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എക്സ് പ്ലസ് 11 തേർഡ് നമ്പർ ഈക്വൽ ടു എക്സ് പ്ലസ് 22 എന്ന് എഴുതാം. അങ്ങനെയാണ് ഇത് മൂന്നും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. എക്സ് പ്ലസ് എക്സ് പ്ലസ് 11 പ്ലസ് എക്സ് പ്ലസ് 22 ഈക്വൽ ടു 363 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം എന്താണ് 3x പ്ലസ് 33 ഈക്വൽ ടു 363. അപ്പം നമുക്ക് എന്ത് പറയാം? ട്രാൻസ്പോസിങ് 33 to RHS. 3x എന്താണ് 363 മൈനസ് 33 എന്താ 330. അപ്പം നമുക്ക് എന്താ എക്സ് കിട്ടുക? എക്സ് ഈക്വൽ ടു 330 ബൈ 3 എന്താണ് 110. എക്സ് 110 ആണെന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 110 പ്ലസ് 11 ഈക്വൽ ടു 121. തേർഡ് നമ്പർ എന്താ? ഈക്വൽ ടു 110 പ്ലസ് 22 ഈക്വൽ ടു 132. ഫസ്റ്റ് നമ്പർ ആണ് എക്സ്. അപ്പം ഫസ്റ്റ് നമ്പറിന് എഴുതാം. ഫസ്റ്റ് നമ്പർ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The difference between two whole numbers is 66. The ratio of the two numbers is 2:5. What are the numbers? എന്താണ് തന്നിട്ടുള്ളത്? ഡിഫറൻസ് തന്നിട്ടുണ്ട് 66 ആണ്. റേഷ്യോ എന്ത് തന്നിട്ടുണ്ട്? 2:5 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ എന്ന് തുടങ്ങാം. റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 2:5. അപ്പം ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 2x നും സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 5x നും നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസ് ഈക്വൽ ടു 5x മൈനസ് 2x എന്താണ് 66 ആണ് തന്നിട്ടുണ്ട്. 66 5x മൈനസ് 2x എന്ന് പറഞ്ഞാൽ 3x ആണ്. ഈക്വൽ ടു 66 ഡിവൈഡിങ് ബൈ 3 എന്താണ് x ഈക്വൽ ടു 66 ബൈ 3 എന്ത് വന്നു? 22 എന്ന് വന്നു. x ഈക്വൽ ടു 22. അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 2 into 22 എന്താണ് 44. സെക്കൻഡ് നമ്പർ എന്താണ്? ഈക്വൽ ടു 5 into 22 ഈക്വൽ ടു 110. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Deveshi has a total of rupees 590 as currency notes in the denominations of 50 rupees, 20 rupees and 10 rupees. The ratio of the number of 15 rupee notes and 20 rupee notes is 3:5. If she has a total of 25 notes, how many notes of each denominator she has? അപ്പോൾ നമുക്ക് എന്ത് പറയാം? റേഷ്യോ ഓഫ് 50 rupee നോട്ടും 20 rupee നോട്ടും 3:5 എന്ന് തന്നിട്ടുണ്ട്. റേഷ്യോ ഈക്വൽ ടു 3:5 ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് 50 rupee നോട്ട്സ് എന്ത് പറയാം? 3x എന്ന് പറയാം. അതേപോലെ നമ്പർ ഓഫ് 20 rupee നോട്ട് എന്ത് പറയാം?
ഈക്വൽ ടു 5x എന്നും പറയാം. 3:5 ആയതുകൊണ്ട് 3x എന്നും 5x എന്നും പറയാം. ടോട്ടൽ ഓഫ് 25 നോട്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് 10 rupee നോട്ട് എന്തായിരിക്കും? ഈക്വൽ ടു 25 മൈനസ് 3x പ്ലസ് 5x. ടോട്ടൽ 25 നോട്ട്സ് ആണ് തന്നിട്ടുണ്ട്. അതിന് 15 rupee നോട്ട്സിന്റെ എണ്ണവും 20 rupee നോട്ടിന്റെ എണ്ണവും റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് 10 rupee നോട്ട് കിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. എന്നിട്ടോ അടുത്തെന്താ പറഞ്ഞത്? ടോട്ടൽ 590 rupees ആണ് കറൻസി ആയിട്ട് അവളുടെ കയ്യിലുള്ളതെന്ന് പറയുന്നു. അപ്പം നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യാം. അപ്പം എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു rupees 590. അതായത് 50 rupee നോട്ടിന്റെ 3x ഇൻറ്റു 50 പ്ലസ് 5x ഇൻറ്റു 20 പ്ലസ് 10 ഇൻറ്റു 25 മൈനസ് 8x. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഈക്വൽ ടു എന്താ? 590. ഇതിലെല്ലാത്തിനും 10 കോമൺ ഉണ്ട്. അപ്പോൾ 10 നമ്മൾ പുറത്തേക്ക് എടുത്തു. 3x ഇൻറ്റു 5 പ്ലസ് 5x ഇൻറ്റു 2 പ്ലസ് 25 മൈനസ് 8x എന്ന് കിട്ടും. ഈക്വൽ ടു 590 എന്ന് കിട്ടും. ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x ഇൻറ്റു 5 എന്ന് കിട്ടും പ്ലസ് 5x ഇൻറ്റു 2 കിട്ടും പ്ലസ് 25 മൈനസ് 8x ഈക്വൽ ടു 590 ബൈ 10 എന്ന് പറഞ്ഞാൽ 59. ഇതെങ്ങനെ ചെയ്യാം? 3x ഇൻറ്റു 5 അപ്പം 15x, 5x ഇൻറ്റു 2 എന്താ? 10x, 25 അതേപോലെ തന്നെ എഴുതി മൈനസ് 8x അതും അതേപോലെ തന്നെ എഴുതി ഈക്വൽ ടു എന്താ? 59 ആണ്. 15 പ്ലസ് 10 എന്താ? 25. 25 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 17x പ്ലസ് 25 ഈക്വൽ ടു 59. ട്രാൻസ്പോസിങ് 25 to RHS. ട്രാൻസ്പോസിങ് 25 to RHS നമുക്ക് എന്ത് കിട്ടും? 17x ഈക്വൽ ടു 59 മൈനസ് 25 എന്താണ്? 59 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 34. 17x ഈക്വൽ ടു 34 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 17 നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 34 ബൈ 17 ഈക്വൽ ടു എന്താ? 2 എന്ന് കിട്ടും. x ഈക്വൽ ടു 2 എന്ന് കിട്ടും. നമ്പർ ഓഫ് 50 rupee നോട്ട് എന്തായിരിക്കും? 50 rupee നോട്ട് ഈക്വൽ ടു 3x ആണ്. 3x ഈക്വൽ ടു 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6. നമ്പർ ഓഫ് ₹20 നോട്ട് ഈക്വൽ ടു എന്താ? 5 ഇൻറ്റു 6 അല്ല 5 ഇൻറ്റു 2. 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താ? 10. നമ്പർ ഓഫ് 10 rupee നോട്ട് എന്താ? 25 മൈനസ് 3x പ്ലസ് 5x എന്ന് 6 പ്ലസ് 10. 25 മൈനസ് 6 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 16 ഈക്വൽ ടു 9.